ഗൈസ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ടേസ്റ്റുള്ള ചിക്കൻ ഉണ്ടാക്കുന്നൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ കഴുകി വെച്ച ചിക്കൻ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് മുളക് പൊടിക്ക് പകരം നമ്മൾക്ക് കുറച്ച് കുരുമുളക് പൊടിയും മുളകും പൊടിയും കൂടി ആക്കിയാൽ കുഴപ്പമില്ല. എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് അത് മാത്രം ഇട്ടിട്ടുള്ളൂ കേട്ടോ. പിന്നെ ചിക്കൻ മസാല, ഗരം മസാലയ്ക്ക് പകരം ഗ്രാമ്പു, പട്ട, ഏലക്കായ ഇതും ചേർക്കാൻ പറ്റും കേട്ടോ. ഇല്ലെങ്കിൽ പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, കുറച്ച് നല്ല ജീരകം കൂടെ ചതച്ചതായിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു ചിക്കനാട്ടോ. മന്തി മസാല ഉണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുത്തോളൂ, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല, ആവശ്യത്തിന് ഉപ്പ് കേട്ടോ. പിന്നെ കുറച്ചുകൂടെ വലിയ പീസാണെങ്കിൽ കുഴപ്പമില്ല, അതാവും നന്നാവുക. ചെറുതാവുമ്പോൾ ഞാൻ കറിക്ക് വെട്ടിയ പീസാണ് കേട്ടോ. പിന്നെ നമ്മൾ ചേർത്തിട്ടുള്ളത് മല്ലിയില, പുതിന രണ്ടും കൂടെ എന്നിട്ട് നന്നാക്കി മിക്സ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. വെളിച്ചെണ്ണ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഏതെങ്കിലും ഒന്ന് ഒഴിച്ച് കൊടുക്കുക. കുറച്ച് കൂടുതൽ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഒരുപാടല്ല, കുറച്ച്. നമ്മൾ വെള്ളമൊന്നും ചേർക്കണില്ല. എന്നിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു 3-4 വിസിൽ എന്തായാലും അടുപ്പിക്കണം കേട്ടോ. ചെറിയ പീസൊക്കെ ആണെങ്കിൽ 3 വിസിലൊക്കെ മതിയായിരിക്കും, അല്ലെങ്കിൽ ഉടഞ്ഞു പോകും. അപ്പോൾ ഇത് നമുക്ക് നെയ്ച്ചോറിൻ്റെ കൂടെ, മന്തിൻ്റെ കൂടെ, എന്തിൻ്റെ കൂടെ കഴിക്കാം. നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാത്തതുപോലെ ഒന്ന് ഉണ്ടാക്കി വെക്കട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ചിക്കന്, നല്ല ടേസ്റ്റുള്ള ചിക്കനാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബൊക്കെ ചെയ്യണം കേട്ടോ.